നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ മുമ്പിലേക്ക് എത്തിയാണ്. ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടായിരുന്നു. കോപ്പിറൈറ്റ് ആക്ട്. ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ഇതിനൊരു തീരുമാനമുണ്ടാകുമെന്നായിരുന്നു ഇന്നലെ എനിക്ക് കിട്ടിയ വിവരം. പക്ഷേ ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം രാവിലെ 10 മണിക്ക് തന്നെ ആരംഭിച്ച എക്സിക്യൂട്ടീവ് യോഗം 2:30 മണി വരെ നീണ്ടു നിന്നിരുന്നു. പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാവരും എത്തിയ ഒരു എക്സിക്യൂട്ടീവ് യോഗമായിരുന്നു. കുറേ അജണ്ടകളുണ്ടായിരുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു ഇന്നലെ ഞാൻ പ്രഷർ മുമ്പിലേക്ക് എത്തിച്ചിരുന്നത്. കോപ്പിറൈറ്റ് ആക്ട്. അത് പുതിയതായി വരുന്ന നിർമ്മാതാക്കൾ അറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഈ കോപ്പിറൈറ്റ് ആക്ടിൻ്റെ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു, ഇന്നലെ പറഞ്ഞ കഴിഞ്ഞ ദിവസം മലയാളി ഫ്രം ഇന്ത്യ ലിസ്റ്റ് സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സിനിമയുമായി ബന്ധപ്പെട്ട് സ്ക്രിപ്റ്റ് മോശവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും വലിയ വിവാദങ്ങളുണ്ടാകുകയും പിന്നീട് സ്ക്രിപ്റ്റ് മോശം പോയതല്ല എന്ന് കണ്ടെത്തുന്ന നിലയിലേക്ക് എത്തി. എന്നാൽ അതിൻ്റെ യഥാർത്ഥ സ്ക്രിപ്റ്റ് ഉടമ ആരാണെന്നുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇനി എടുക്കുന്ന സിനിമകൾ, ഇനി നിർമ്മിക്കുന്ന സിനിമകളുമായി ബന്ധപ്പെട്ട് കോപ്പിറൈറ്റ് ആക്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു. നിലവിൽ ചില കാര്യങ്ങൾക്ക് കോപ്പിറൈറ്റ് ആക്ട് ഉണ്ടായിരുന്നു, എന്നാൽ എല്ലാ കാര്യത്തിനും കോപ്പിറൈറ്റ് ആക്ട് ഇല്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം സ്ക്രിപ്റ്റ്, ഒരു പ്രൊഡ്യൂസറിന് സ്ക്രിപ്റ്റ് കൃത്യമായി അദ്ദേഹം എഴുതി രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് എൻ്റെ കഥയാണ്, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രൊഡ്യൂസറിനാണ്. ഇനി ഇപ്പോൾ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ ഇത് ഞാൻ പ്രൊഡ്യൂസറിന് വിറ്റിരിക്കുന്നു, ഇത്ര എമൗണ്ടിന് വിറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ സേഫ് ആവുന്ന നിലയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെയാണ് മ്യൂസിക് റൈറ്റ്. മ്യൂസിക് റൈറ്റും അതേ നിലയിലേക്ക് തന്നെ എത്തുന്നു. അതോടൊപ്പം തന്നെ ഗാനങ്ങൾ എഴുതുന്ന രചയിതാവ് ഇനി സിനിമയുടെ രചയിതാവ് എഴുതി പ്രൊഡ്യൂസറിന് കൊടുക്കണം. ഇത് ഞാൻ എൻ്റെ വരികൾ പ്രൊഡ്യൂസറിന് അധികാരപ്പെട്ട് വിൽപ്പന നടത്തിയിരിക്കുന്നു. അതൊരു കാരണവശാലും മറ്റുള്ളവർക്ക് വിൽപ്പന നടത്താൻ ഈ പാട്ട് എഴുതുന്ന ആളുകൾക്ക് കഴിയില്ല. ഇനി നിർമ്മാതാവാണ് അത് മറച്ചു വിൽക്കണമെങ്കിൽ നിർമ്മാതാവിന് വിൽക്കാനുള്ള അവകാശം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഡയറക്ടർ എഴുതി കൊടുക്കുന്ന നിലയിലേക്ക് പോകുന്നു. അതോ മ്യൂസിക്, ഈ പറയുന്ന സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, ഇതെല്ലാം എഴുതി കൊടുക്കുന്ന നിലയിലേക്ക് ഇനി പ്രൊഡ്യൂസറിലേക്ക് പൂർണ്ണമായും എല്ലാം ഒന്നൊന്നായി എഴുതി കൊടുക്കണം എന്ന നിലയിലേക്കാണ് കഴിഞ്ഞ ദിവസം തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിരുന്നത്. ഇന്നത് തീരുമാനത്തിൽ വന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ആ തീരുമാനം നടപ്പിലാക്കാൻ ജൂലൈ 1 തൊട്ട് നടപ്പിലാക്കുമെന്ന വിവരം ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഫെഫ്കയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഫെഫ്കയുമായിട്ട് ഫൈനൽ ചർച്ച നടത്തേണ്ട കാര്യമാണ്. കാരണം ഫെഫ്ക ആണല്ലോ ഇവരുടെ എല്ലാം യൂണിയൻ്റെ തലപ്പത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഇവരുടെ യൂണിയൻ്റെ കീഴിലാണ്, ഫെഫ്കയുടെ കീഴിലാണ്. അതോടൊപ്പം ഡയറക്ഷൻ ഫെഫ്കയുടെ കീഴിലാണ്. അതോടൊപ്പം തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇവരുടെ കീഴിലാണ്, മ്യൂസിക് ഇവരുടെ കീഴിലാണ്, രചയിതാവ് ഇവരുടെ കീഴിലാണ്. ഇവരെല്ലാവരുടെയും ഏറ്റവും വലിയ ബോഡിയാണ് ഫെഫ്ക എന്ന് പറയുന്ന തൊഴിലാളി സംഘടന. അപ്പോൾ ഫെഫ്കയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഫൈനൽ ചർച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നടപടിയിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ജൂലൈ 1 മുതൽ നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം എത്തിയതെന്നാണ് വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ആ പുതിയ പ്രൊഡ്യൂസർമാർക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ലാത്ത പാവങ്ങളായ നിരവധി പ്രൊഡ്യൂസർമാരുണ്ട്. അവരെല്ലാം വന്ന് വെട്ടിലാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടന തൻ്റെ സംഘടനയിൽ ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കാൻ വരുന്ന പ്രൊഡ്യൂസറിനെ പൂർണ്ണമായി സംരക്ഷിക്കുക എന്ന നിലയിലേക്ക് ഇത്തരമൊരു തീരുമാനം എത്തിയതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം ഈ താരങ്ങളുടെ എഗ്രിമെൻറ്റും ഉണ്ട്. താരങ്ങളിലെ 1 ലക്ഷത്തിന് താഴെ ശമ്പളം വാങ്ങുന്നവർക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അതോടൊപ്പം കോടികൾ ശമ്പളം വാങ്ങുന്നവർക്ക് എഗ്രിമെൻ്റ് ഉണ്ട്. അവരുടെ എഗ്രിമെൻറ്റും ഇതോടൊപ്പം തന്നെ പുതുക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് എനിക്ക് ഇന്ന് ലഭിച്ച വിവരം. ആ എഗ്രിമെൻറ്റും പുതുക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു നിർമ്മാതാവ് സിനിമ എടുക്കാൻ വരുമ്പോൾ ആ സിനിമയുടെ സാങ്ഷൻ നൽകുന്നത് ചേംബറിൽ രജിസ്ട്രേഷൻ ചെയ്യണം. അത് നിർമ്മാതാക്കളുടെ സംഘടനയിലേക്ക് രജിസ്റ്റർ ചെയ്യണം. നിർമ്മാതാക്കളുടെ സംഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ക്ലോസ് എല്ലാം എന്ന് വെച്ചാൽ ഈ എഗ്രിമെൻറ്റിൻ്റെ ക്ലോസ്, ഇപ്പം ഒരു സ്ക്രിപ്റ്റ് എഴുതി നൽകിയിട്ടുണ്ട്, അത് കൃത്യമായിട്ട് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്, എത്ര രൂപയാണ് സ്ക്രിപ്റ്റ് റൈറ്ററിന് കൊടുത്തത്, ആ എമൗണ്ട് കാണിക്കണം. അത് എഴുതി പൂർണ്ണമായി ഈ പറഞ്ഞതുപോലെ നിർമ്മാതാവിൻ്റെ കസ്റ്റഡിയിലേക്ക് വന്നിട്ട് അങ്ങനെ ഇനി ഒരു സിനിമ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതെല്ലാം കാണിച്ചാൽ മാത്രമേ നിർമ്മാതാക്കളുടെ സംഘടന ആ സിനിമയ്ക്ക് അനുമതി നൽകുകയുള്ളൂ. അത് കൃത്യമായ നല്ലൊരു തീരുമാനമായിട്ട് തന്നെയാണ് വ്യക്തിപരമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സിനിമയിൽ വരുമ്പോൾ പല രീതിക്കും ചതിക്കപ്പെടുന്ന ആളുകളുണ്ട്. പല നിർമ്മാതാക്കളും സ്വന്തം ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ച് വിൽപ്പന നടത്തിയിട്ട് വരുന്ന പാവപ്പെട്ട നിർമ്മാതാക്കൾ ഉണ്ട്. അവരെല്ലാം പറ്റിക്കപ്പെടുന്ന നിലയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് കൂടിയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഫെഫ്കയുമായിട്ട്, തൊഴിലാളി സംഘടനയുടെ യൂണിയനായ ഫെഫ്കയുമായിട്ട്, അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളുമായിട്ട്
ചർച്ച നാളെയോ മറ്റന്നാളോ നടത്തിയതിനു ശേഷം ഇത് നടപ്പിലാക്കാനുള്ള എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഇത്തരം നടപടികൾ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എപ്പോഴും സ്വാഗതാർഹമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വരും നാളുകളിലും മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരമൊരു നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. കാരണം വലിയ വിവാദമാണ് മലയാളി ഫ്രം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, വലിയ വാക്പോരുകൾ നടന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായത്. ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ജൂലൈ 1 മുതൽ ഇത് നടപ്പിലാക്കാൻ തന്നെയാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്.